ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായ സ്നേഹമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇതാ ഈശോ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. ഈ 3 മണി സമയത്ത് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കരുണ, സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുന്ന നിമിഷങ്ങളാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ദൈവത്തിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, ആലിംഗനത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദിവ്യകാരുണ്യമായി, കരുണയായി, സ്നേഹമായി നമ്മെ ചേർത്ത് പിടിക്കുവാൻ കടന്നു വരുന്ന ഈ കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കായി മാത്രം കടന്നു വരുന്ന ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. ഈ ദിവ്യകാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവ്യകാരുണ്യം വലിയ ശക്തി നൽകുന്ന, സംരക്ഷണം നൽകുന്ന, സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്ന ഒരനുഭവമാണ്. 3 മണി സമയത്ത് നമ്മൾ ഈ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി, കരുണയായി, സ്നേഹമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഈ ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നിത്യതയുടെ കവാടങ്ങളാണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. കരുണ ലഭിച്ചവന് ദൈവം നൽകുന്ന ഭാഗ്യമാണ് നിത്യത. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവന് ദൈവം തുറന്നു കൊടുക്കുന്ന വാതിലാണ് നിത്യത. ദിവ്യകാരുണ്യത്തെ ഹൃദയം തുറന്ന്, മനസ്സ് ചോർന്ന്, ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യം, നിത്യതയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാനയെ, ദിവ്യകാരുണ്യത്തെ ആരാധിക്കുമ്പോൾ ഈശോയുടെ വചനം നമ്മൾ എപ്പോഴും ഓർക്കണം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യത എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് കർത്താവ് നൽകുന്ന വലിയ ഭാഗ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഈ വലിയ ഭാഗ്യം ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് നമുക്ക് ഈ ദിവ്യകാരുണ്യത്തെ ആരാധിക്കാം. നിത്യതയുടെ കവാടങ്ങളാണ് നമുക്ക് വേണ്ടി ഈശോ തുറന്നു തരുന്നത്. ഈ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുവാനുള്ള നമ്മുടെ അവകാശമാണ് ഓരോ ദേവാലയത്തിലും എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അവകാശമാണ്. ഈശോയെ സ്നേഹിക്കുക, ഈശോയെ ആരാധിക്കുക, ഈശോയോടൊപ്പമായിരിക്കുക, ഇത് ഓരോ വിശ്വാസിയുടെയും അവകാശമാണ്. ഈ അവകാശത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ ഈ ദിവ്യകാരുണ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സകല തിന്മയുടെ സ്വാധീന മേഖലകളെയും ചെറുത്തു നിൽക്കുവാനുള്ള ഒരു ശക്തിയാണ്. ഓരോ സക്രാരിയിലുമുള്ള ഈശോയുടെ സാന്നിധ്യമെന്ന് പറയുന്നത് ആ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ
അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അന്ധകാര ശക്തികളുടെ തിന്മയുടെ സ്വാധീന മേഖലകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി സംഭരിക്കുക നമ്മൾ വിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോഴാണ്. നമ്മൾ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോഴാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി. മഹാമാരി നമ്മളെ വിശുദ്ധ കുർബാനയിൽ നിന്നൊക്കെ ഒരല്പം മാറ്റി അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത് ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ സഭയിൽ നമ്മൾ പങ്കുചേരുന്ന, ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പങ്കുചേരുന്ന ഒരു വിശുദ്ധ കുർബാന അർപ്പണമാണ്. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ഇതൊക്കെ നമുക്ക് ഒരല്പനേരത്തേക്ക്, ഒരല്പസമയത്തേക്ക്, കുറേ മാസങ്ങളിലേക്കൊക്കെ അന്യമായി പോയൊരു സാധ്യതയായിരുന്നിരിക്കാം. എന്നാൽ ഈശോ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക എന്ന് പറയുന്നത് ഓൺലൈനായിട്ടല്ല. ഇതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ പങ്കുചേരുന്ന, നമ്മൾ ബലിയർപ്പിക്കുന്ന ഒരു ബലിയർപ്പണം വൈദികനോടും സഭയോടും വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ബലിയർപ്പണങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രിയമുള്ളവരെയും, നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളറിയാതെ ചില വിശുദ്ധ കുർബാനയെയൊക്കെ നിന്ദിച്ചു പോകുന്ന അവസരങ്ങൾ ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള കരുണയും സ്നേഹവുമൊക്കെ ഒരു പരിധിവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് നമ്മൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാതിരിക്കുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യത്തെ നമ്മൾ സ്നേഹിക്കണം. ഇത് ഭൂമിയും ആകാശവും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്നും എന്നും എന്നോടൊപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിത്യജീവൻ എനിക്ക് പകർന്നു തരുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. എനിക്ക് ആത്മഭോജനമായിട്ട് കടന്നു വരുന്ന കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ആ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെ നമ്മൾ അറിയാതെ നിന്ദിച്ച് അവഹേളിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ്. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, നിൻ്റെ കരുണ സ്നേഹം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എന്നിലേക്ക് ഒഴുക്കണമേ. നിന്നെ സ്നേഹിക്കുവാൻ ദിവ്യകാരുണ്യമായ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം നിനക്ക് നൽകുവാൻ, ഹൃദയം തുറന്ന് നിന്നെ സ്നേഹിക്കുവാനുള്ള കൃപ, അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ദിവ്യകാരുണ്യത്തിൽ കരുണയൊഴുക്കുന്നൊരു ദൈവമുണ്ട്, കരുത്തേകുന്നൊരു ദൈവമുണ്ട്. കാവലും കരുതലും സംരക്ഷണവുമായിട്ട് നമ്മോടൊപ്പം ഇമ്മാനുവേലായി ഇന്നും എന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരൽപ്പം തിന്മയുടെ സൈഡിലേക്കൊക്കെ നമ്മൾ ചിരിഞ്ഞു പോയാൽ നമുക്ക് വലിയ മനസാന്തരത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ദൈവമുണ്ട്. ആലിംഗനം ചെയ്ത് ധൂർത്തപുത്രനെ ചേർത്ത് പിടിച്ച പിതാവിൻ്റെ സ്നേഹം ഓരോ കുംഭസാരത്തിലും നമുക്ക് പകർന്നു തരുന്ന കരുണയുള്ള ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയെ അവഹേളിക്കുന്ന, അല്ല ഈശോയെ നിന്ദിക്കുന്ന മറ്റൊരു അവസ്ഥ ഒരുപക്ഷെ നമ്മൾ അറിയണമെന്നില്ല. പത്രോസ്ലീഹായോട് ഈശോ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? പത്രോസ്ലീഹ വലിയ അഭിഷേകത്തോടെ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ ബലിയിൽ ഉള്ളവൻ, ബലിയും ബലിയർപ്പകനും ബലിവസ്തുവും അൾത്താരിയും എല്ലാം ഒന്നായ ഈശോ, ഇവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം. അവനെ, ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ അറിയാതെ നിന്ദിച്ചു പോകുന്ന ഒരവസരമാണ് യാന്ത്രികമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസരം. ദേവാലയത്തിലൊക്കെ യാന്ത്രികമായിട്ട്, മെക്കാനിക്കലായിട്ട് നമ്മൾ പോയിരിക്കുന്ന സമയം, നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഹൃദയം തുറന്ന് നമ്മൾ ഈശോയെ ഇവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാതെ
നിരനിരയായിട്ട് വന്ന് വിശുദ്ധ കുർബാന യാന്ത്രികമായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മളറിയാതെ ഈശോയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു. യാന്ത്രികമായി സ്വീകരിക്കുമ്പോൾ, ആരാധിക്കാതെ നമ്മൾ സമയം പാഴാക്കുമ്പോൾ നമ്മൾ ഈശോയെ ഒരു പരിധി വരെ നിന്ദിക്കുകയല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ അവഹേളിക്കുകയാണ് ദിവ്യകാരുണ്യത്തെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ, നിന്നെ ആരാധിക്കുവാനുള്ള വലിയ ശക്തി, കൃപയുടെ അഭിഷേകം, സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവിനോടുള്ള ആ സ്നേഹം ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകലവിധ നമ്മളറിയാതെ, ആഗ്രഹിക്കാതെ, ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ദിവ്യകാരുണ്യ അവഹേളനങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും എളിമയോടുകൂടെ ഒരു കുഞ്ഞിനെ പോലെ, പിതാവിൻ്റെ കരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു മകനെ പോലെ, പുത്രസ്വീകാര്യത്തിൻ്റെ ആ വലിയ അഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രസ്വീകാര്യത്തിൻ്റെ അഭിഷേകം കിട്ടിയാൽ നമുക്കൊരിച്ചിരി ശാഠ്യം പിടിച്ചാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഈശോയോട് ചോദിച്ചു മേടിക്കാം. ഒരു പിതാവിൻ്റെ അടുത്ത് ഒരു മകനെത്തി ചിലപ്പോൾ ഒരു ശാഠ്യം പിടിച്ച് എനിക്ക് തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചെടുക്കുന്നത് പോലെ ആ മകൻ്റെ ഒരു സ്വാതന്ത്ര്യം, പുത്രസ്വീകാര്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളത് ചിലവഴിക്കാറില്ല, ഉപയോഗിക്കാറില്ല, ഈശോയെ സ്നേഹിക്കാറില്ല. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുമണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പുത്രസ്വീകാര്യത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്നത് എൻ്റെ അപ്പനാണ്, എന്നെ ചേർത്തു പിടിക്കുന്ന എൻ്റെ അപ്പൻ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഈ നിമിഷം നമുക്ക് നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും എല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഒരുപാട് നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, കുറവുകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലും ജീവിതത്തിലുമൊക്കെ ഉണ്ടാവാം. ഒരു മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ, ആലിംഗനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഊഷ്മളതയുടെ ആ അനുഭവം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ എല്ലാ ആവശ്യങ്ങളും ഈശോയോട് ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ, നമ്മുടെ അപ്പനെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് നാം ആയിരിക്കുന്ന അവസ്ഥയും ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന സകലതയും മേൽ കർത്താവിൻ്റെ കരുണ, സ്നേഹം ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മെ ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.